ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടത്തിലെ 1-ാം വാരം ശനി. നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്തിൽ ഈശോ അടിവരയിട്ട് പറയാൻ ശ്രമിക്കുന്ന സന്ദേശം ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈശോ പുലർത്തിയിരുന്ന ബോധ്യമായിരുന്നു, കാഴ്ചപ്പാടായിരുന്നു ഇത്. ജീവിതം തൻ്റെതായ ശൈലിയിൽ ക്രമപ്പെടുത്തിയവർക്ക് വേണ്ടിയിട്ടല്ല, അങ്ങനെ ജീവിതം ക്രമപ്പെടുത്താൻ സാധിക്കാതെ തോറ്റുപോയവർക്ക് വേണ്ടിയാണ് ഈശോ വന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നൽകാനായി ഈശോ ഈ വചന ഭാഗത്തിലൂടെ ശ്രമിക്കുന്നു. 50കളുടെ ആദ്യം വെനീസിൽ മദ്യത്തിന് അടിമപ്പെട്ടു എന്ന കാരണം കൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വൈദികനുണ്ടായിരുന്നു. ഒരു ശിക്ഷയും അയാളിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാക്കിയില്ല. അങ്ങനെയൊരു സന്ധ്യയിൽ മദ്യശാലയിലായിരിക്കുമ്പോൾ ആരോ തട്ടിവിളിച്ചു പറഞ്ഞു, "പുതിയ മെത്രാൻ നിങ്ങളെ കാത്ത് പുറത്തു നിൽക്കുന്നു." അയാൾക്ക് അതൊരു തമാശയായിട്ടാണ് അനുഭവപ്പെട്ടത്. കാരണം ആരും തന്നെ തേടി വരാൻ പോകുന്നില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അയാൾ വീണ്ടും ഇങ്ങനെ തൻ്റെ മുൻപിലെ മദ്യ കോപ്പയിലേക്ക് ശ്രദ്ധ ഊന്നുമ്പോൾ തോളിൽ ഒരു കൈവന്ന് വീഴുന്നുണ്ട്. അമ്പരന്ന് അയാൾ തിരിഞ്ഞു നോക്കുന്നു. ശരിയാണ്, പുതിയ മെത്രാനായ കാർഡിനൽ റോൺകലി ആയിരുന്നു അത്. പുറത്തേക്ക് വരാൻ പറഞ്ഞു. തലകുനിച്ച് പിന്നാലെ നടന്നു. മേടയിലേക്ക് അയാളെ കൂട്ടി കസേര നീക്കി ഇരിക്കാൻ പറഞ്ഞു. പിന്നെ മുട്ടിന്മേൽ നിന്ന് തൻ്റെ കുമ്പസാരം കേൾക്കാൻ ദയവുണ്ടാവണമെന്ന് കാർഡിനൽ റോൺകലി ഈ വൈദികനോട് ആവശ്യപ്പെടുന്നു. ഇങ്ങനെ എൻ്റെ പിഴ എന്ന് നെഞ്ചത്തടിച്ചു ചൊല്ലുന്ന ആ ജ്ഞാനവയോധികന്റെ മീതെ ചെറുപ്പക്കാരൻ്റെ കണ്ണുനീർ വീണു. ആശീർവാദം സ്വീകരിച്ച് എഴുന്നേറ്റപ്പോൾ അയാളെ തന്നോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ മന്ത്രിച്ചു, "ഇതിനാണ് മോനെ, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്." കാർഡിനൽ റോൺകലി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയണമെന്നില്ല. എന്നാൽ പോപ്പ് ജോൺ 23-ാമൻ എന്ന് പറഞ്ഞാൽ നമ്മിൽ പലരും അദ്ദേഹത്തെ തിരിച്ചറിയും. പിന്നീട് ഈ വൈദികൻ രൂപാന്തരപ്പെട്ടു എന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നു. ഈശോ ബോധ്യത്തോടെ പറയുന്ന കാര്യം പാപികളെ സ്നേഹിക്കാനും പാപത്തെ വെറുക്കാനുമാണ്. ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്ത ഈശോ ആരെയും മുൻവിധിയോടുകൂടി മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കാനും വിധിക്കുന്ന ഭാഗം ദൈവത്തിന് വിട്ടുകൊടുക്കുവാനും ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കും ഈശോ കാണിച്ചു തരുന്ന ഈ വലിയ ജീവിത മാതൃക ജീവിതത്തിൽ അനുകരിക്കാൻ പരിശ്രമിക്കാം. മറ്റുള്ളവരെ നമ്മോട് ചേർത്ത് നിർത്തുന്നതിലൂടെ നമുക്കവരെ നേടാൻ സാധിക്കും എന്നുള്ള വലിയ സന്ദേശം നമുക്കും ഉൾക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ആമേൻ.